ഞാൻ പൂഞ്ഞൂരിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. മഴ കുറവായതുകൊണ്ട് കടുവയും കരടിയുമൊന്നും അടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കാകനക്കോട്ടെ കാടുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ അക്രമകാരിയായ ഒരൊറ്റയാനുണ്ടായിരുന്നു. ഒരു ദിവസം ആനകളെ കണ്ടുപിടിക്കാനിറങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ ചുമ വന്നു. അതൊരു വലിയ ശല്യമായി മാറി. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഗൊരവ എന്ന മിടുക്കനായ ട്രാക്കർക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു പുഴയുടെ അടുത്തുള്ള കാട്ടിൽ ആനക്കൂട്ടത്തെ കണ്ടെത്തി. ഞാനൊരു കൊമ്പന് വെടിവെച്ചു. പക്ഷെ അതൊരു മരത്തിന്റെ പിന്നിലേക്ക് വീണതുകൊണ്ട് ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കഥയിലേക്ക് പോകുന്നതിനു മുൻപേ എപ്പോഴത്തെയും പോലെ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഇത് കേൾക്കാനായി ഉണ്ടാക്കിയ കഥയാണ്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ തമ്മിൽ ബന്ധം കണ്ടില്ലെങ്കിലും പരിഭവം തോന്നരുതേ. പ്രശസ്തനായ ബ്രിട്ടീഷുകാരനായ സാൻഡേഴ്സന്റെ പുസ്തകത്തിൽ നിന്നും എടുത്ത ഭാഗങ്ങളാണ് ഈ കഥകൾ. നിങ്ങൾക്കും ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. ഈ കാകരക്കോട്ടെ കാടുകളിൽ കുറുബ എന്നൊരു വിഭാഗം ആദിവാസികളുണ്ട്. മെലിഞ്ഞ ശരീരവും ചുരുണ്ട മുടിയുമുള്ള അവരാണ് ഈ കാടുകളിലെ യഥാർത്ഥ രാജാക്കന്മാർ. അവർക്ക് കാടിനെപ്പറ്റി നല്ല അറിവാണ്. അവരുടെ വീടുകൾ ചെറിയ കുടിലുകളാണ്. അണ്ണാനെയും കുരങ്ങിനെയും ഒക്കെ പിടിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഞാൻ ആ കാകനകോട്ടെ ഒറ്റയാരെ തേടി വീണ്ടും ഇറങ്ങി. അവൻ അതിനകം 2 യാത്രക്കാരെ കൊന്നിരുന്നു. അവനൊരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു. അവൻ എപ്പോഴും ഒരേ വഴിയിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു ദിവസം കനത്ത മഴയത്ത് ഞങ്ങൾ അവനെ പിന്തുടർന്നു. ഒരു മുളങ്കാട്ടിൽ വെച്ച് ഞാൻ അവനെ കണ്ടു. ഞാൻ വെടിവെച്ചു. പക്ഷേ വെടികൊണ്ടത് തലച്ചോറിന് മുകളിലായിരുന്നു. അവൻ ഓടി രക്ഷപ്പെട്ടു. ആനയെ നഷ്ടപ്പെട്ടതിന്റെ നിരാശയിൽ ഞാൻ ക്യാമ്പിലേക്ക് മടങ്ങി. പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും അവനെ തേടിയിറങ്ങി. ഒരുപാട് ദൂരം പിന്തുടർന്നതിന് ശേഷം ഒരു അരുവിയിൽ വെച്ച് ഞങ്ങൾ അവനെ കണ്ടെത്തി. അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഞാൻ അവനെ വെടിവെച്ചു. പക്ഷേ ആദ്യത്തെ വെടി പാഴായി. രണ്ടാമത്തെ വെടിയിൽ അവന്റെ കൊമ്പുകൾക്കിടയിൽ തന്നെ കൊണ്ടു. പക്ഷേ ആന തല കുലുക്കിയതുകൊണ്ട് വെടിയുണ്ട തലച്ചോറിൽ കയറിയില്ല. അവൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ വീണ്ടും പിന്തുടർന്നു. ഒരു വലിയ പാറയുടെ മുകളിൽ അവൻ നിലയുറപ്പിച്ചു. ഞാൻ വീണ്ടും വെടിവെച്ചു. ഇത്തവണയും വെടികൊണ്ടു. അവൻ താഴെ കുരുണ്ടുപോയി. പക്ഷെ ചത്തില്ല. അവൻ വീണ്ടും എഴുന്നേറ്റോടി. അവസാനം ഒരു ചെറിയ പുഴയുടെ അടുത്തുവെച്ച് ഞങ്ങൾ അവനെ വളഞ്ഞു. ഞാനൊരു മരത്തിൽ കയറി. അവൻ എന്റെ നേരെ പാഞ്ഞെടുത്തു. എന്റെ ആദ്യത്തെ വെടി പാഴായി. പക്ഷെ രണ്ടാമത്തെ വെടി കൃത്യമായി തലയിൽ തന്നെ കൊണ്ടു. അവൻ അവിടെ വീണു മരിച്ചു. അതൊരു വലിയ വിജയമായിരുന്നു. ഞങ്ങൾ അവന്റെ തല വെട്ടിയെടുത്ത് കാളവണ്ടിയിൽ കയറ്റി കാകനകോട്ടേക്ക് കൊണ്ടുവന്നു. നാട്ടുകാരെല്ലാം അവനെ കാണാൻ തടിച്ചുകൂടി. ഈ സംഭവത്തിനു ശേഷം ആ ഒറ്റയാന്റെ ഒരു കൂട്ടുകാരൻ ഒരു മോഴയാന ആ പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവനെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവനെ വെടിവെച്ചു. പക്ഷേ കൊന്നില്ല. അതോടെ അവൻ ആ പ്രദേശം വിട്ടുപോയി. പിന്നീട് ഞാൻ മറ്റൊരു വലിയ കൊമ്പനെ തേടിയിറങ്ങി. അവനായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. 4 ദിവസം തുടർച്ചയായി ഞങ്ങൾ അവനെ പിന്തുടർന്നു. പലതവണ അവൻ ഞങ്ങളെ കബളിപ്പിച്ചു. ഒരു ദിവസം ഒരു മുളങ്കാട്ടിൽ വെച്ച് അവൻ എന്റെ നേരെ പാഞ്ഞെടുത്തു. ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഒടുവിൽ 5-ാമത്തെ ദിവസം ഒരു പുഴയുടെ തീരത്ത് വെച്ച് ഞങ്ങൾ അവനെ കണ്ടെത്തി. അവനൊരു മരത്തിന്റെ ചൂട്ടിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവനെ വെടിവെച്ച് കൊന്നു. അതൊരു ഭീമാകാരനായ ആനയായിരുന്നു. അവന്റെ കൊമ്പുകൾക്ക് നല്ല വലുപ്പമുണ്ടായിരുന്നു. ഈ വേട്ടയ്ക്കിടയിൽ ഒരു കുഴിയിൽ വീണുകിടന്ന ഒരു ആനയെ ഞാൻ അബദ്ധത്തിൽ വെടിവെച്ചു. അതൊരു സങ്കടകരമായ സംഭവമായിരുന്നു. ഒരിക്കൽ സർ വിക്ടർ ബ്രൂക്കും കേണൽ ഹാമിൽട്ടണും ചേർന്ന് ഒരു വലിയ കൊമ്പനെ വെടിവെച്ച കഥയുണ്ട്. അതായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊമ്പുള്ള ആന. അടുത്ത അധ്യായം കാട്ടുപോത്തിനെ ബൈസണെക്കുറിച്ചാണ്. കേട്ടോളൂ. ഇന്ത്യൻ കാട്ടുപോത്ത് അഥവാ ഗൗർ ലോകത്തിലെ ഏറ്റവും മികച്ച ബോസ് വർഗത്തിൽപ്പെട്ട മൃഗമാണ്. അമേരിക്കൻ ബൈസണിൽ നിന്ന് ഇതിന് പല വ്യത്യാസങ്ങളുമുണ്ട്. ഇന്ത്യൻ കാട്ടുപോത്തിന് കഴുത്തിലും തോളിലും അമേരിക്കൻ ബൈസണെ പോലെ ഇടതൂർന്ന രോമങ്ങളില്ല. ഇത് താമസിക്കുന്നത് കൊടും വനങ്ങളിലാണ്, പ്രത്യേകിച്ച് മലനിരകളിൽ. ഇന്ത്യയിലും ബംഗാൾ ഉൾക്കടലിന് കിഴക്കുള്ള രാജ്യങ്ങളിലും കുന്നുകളും കൊടുംവനങ്ങളുമുള്ള എല്ലായിടത്തും കാട്ടുപോത്തിനെ കാണാം. 2000 മുതൽ 5000 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് കൂടുതലിഷ്ടം. കാട്ടുപോത്തിന്റെ നിറം കടും കാപ്പി നിറമാണ്. പ്രായമുള്ള കാളകൾക്ക് ഇത് കറുപ്പ് നിറമാകും. കാൽമുട്ടിന് താഴേക്കും നെറ്റിയിലും
ഒരുതരം വെളുപ്പ് കലർന്ന നിറമായിരിക്കും. ഇതിന് മുതുകിൽ കൂനയില്ല, പക്ഷേ തോൾഭാഗത്ത് നല്ല മാംസലമായൊരു ഉയർന്ന ഭാഗമുണ്ട്. ഏറ്റവും വലിയ കാട്ടുപോത്തിന് 6 അടി വരെ പൊക്കമുണ്ടാകും. പെൺപോത്തുകൾക്ക് ആണുങ്ങളെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ്. ചെറുപ്പത്തിൽ കൊമ്പുകൾക്ക് നല്ല മിനുസമായിരിക്കും, പക്ഷേ പ്രായമാകുമ്പോൾ അത് പരുക്കനായി മാറും. കാട്ടുപോത്ത് സാധാരണയായി 30-40 എണ്ണമുള്ള കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. ഓരോ കൂട്ടത്തിലും ഒരു പ്രധാന കാളയുണ്ടാകും. പ്രായമാകുമ്പോൾ ഈ കാളയെ ചെറുപ്പക്കാർ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. പിന്നെ അത് ഒറ്റയനായി ജീവിക്കും. കാട്ടുപോത്തുകൾ വളരെ നാണം കുണുങ്ങികളും മനുഷ്യരെ കാണുമ്പോൾ ഓടിപ്പോകുന്നവരുമാണ്. അവറ്റകൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരാറില്ല. പുല്ലും മുളയുടെ ഇലകളും ചില മരങ്ങളുടെ തൊലിയുമൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. രാവിലെയും വൈകുന്നേരവുമാണ് ഇവ ആഹാരം തേടി ഇറങ്ങുന്നത്. പകൽ സമയത്ത് മുളങ്കാടുകളിൽ വിശ്രമിക്കും. കന്നുകാലികളിൽ നിന്ന് പകരുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡോഡ് രോഗ എന്ന അസുഖം കാട്ടുപോത്തുകൾക്ക് വളരെ അപകടകരമാണ്. 1867 ഈ അസുഖം കാരണം ബില്ലിഗരങ്കൻ മലനിരകളിലെ 2/3 ഭാഗം കാട്ടുപോത്തുകളും ചത്തൊടുങ്ങി. കാട്ടുപോത്തുകൾ സെപ്റ്റംബർ മാസത്തിലാണ് സാധാരണയായി പ്രസവിക്കുന്നത്. ജനിക്കുമ്പോൾ കുട്ടികൾക്ക് ഇളം തവിട്ട് നിറമായിരിക്കും. ഇവ 3 തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. 1. ദൂരെയുള്ളവരെ വിളിക്കാനുള്ള ആനയുടെ ചിഹ്നം വിളിയോട് സാമ്യമുള്ള ശബ്ദം. 2. ഭയമോ ആകാംക്ഷയോ തോന്നുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഒരുതരം മൂളൽ. 3. പേടിച്ചോടുമ്പോഴുള്ള ഒരു ചൂളം വിളി. കാട്ടുപോത്തിന്റെ ഇറച്ചി അത്ര മൃദുവല്ലെങ്കിലും നല്ല രുചിയുണ്ട്. ചിറ്റഗോങ്ങിലെ മലനിരകളിൽ ഗയാൽ അല്ലെങ്കിൽ മിഥുൻ എന്നൊരുതരം കാട്ടുപോത്തിനെ വളർത്താറുണ്ട്. ഇത് സാധാരണ കാട്ടുപോത്തുമായി വളരെ സാമ്യമുള്ളതാണ്. അവ രാത്രിയിൽ ഗ്രാമങ്ങളിലേക്ക് വരും, രാവിലെ തിരിച്ച് കാട്ടിലേക്ക് പോകും. ഉപ്പ് തിന്നാനാണ് അവ പ്രധാനമായും ഗ്രാമത്തിലേക്ക് വരുന്നത്. ഒരു കാട്ടുപോത്ത് ഏകദേശം 50 വയസ്സുവരെ ജീവിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒറ്റയ്ക്ക് നടക്കുന്ന കാട്ടുപോത്തുകൾ സാധാരണയായി പ്രായം ചെന്നവയും ശരീരത്തിൽ പഴയ പോരാട്ടങ്ങളുടെ മുറിപ്പാടുകൾ ഉള്ളവയുമായിരിക്കും. ആളുകൾ വിചാരിക്കുന്നത് പോലെ അവ അത്ര അക്രമകാരികളല്ല. പക്ഷെ പെട്ടെന്ന് മുന്നിൽ ചെന്ന് പെട്ടാൽ അവ ആക്രമിച്ചേക്കാം. ഏറ്റവും നല്ല കൊമ്പുകളുണ്ടാവുക ഈ ഒറ്റയാന്മാർക്കായിരിക്കും. അതുകൊണ്ട് വേട്ടക്കാർക്ക് എപ്പോഴും പ്രിയം ഇവയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കാട്ടുപോത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. അടുത്ത അധ്യായത്തിൽ ഇവയെ വേട്ടയാടുന്നതിൻ്റെ കഥകൾ പറയാം. ആനവേട്ട കഴിഞ്ഞാൽ പിന്നെ തോക്കുകൊണ്ടുള്ള ഏറ്റവും നല്ല വിനോദം കാട്ടുപോത്തിന് വേട്ടയാടുന്നതാണ്. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ മനോഹരമായ കാടുകളിലൂടെയുള്ള ആ യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അതിരാവിലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ മലമുകളിൽ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചു തുടങ്ങുന്ന ആ വേട്ടയ്ക്ക് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട്. കാട്ടുപോത്തിനെ വേട്ടയാടാൻ നല്ല കഴിവുള്ള ട്രാക്കർമാർ കൂടെ വേണം. വലിയ തോക്കുകൾ നിർബന്ധമാണ്, കാരണം അവയുടെ ശരീരബലം അസാമാന്യമാണ്. ഞാൻ എൻ്റെ 8 ബോർ റൈഫിൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഒരു കാട്ടുപോത്തിന് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ 12 ബോർ ഉപയോഗിച്ചിരുന്നപ്പോൾ വെടികൊണ്ടിട്ടും ഒരുപാടെണ്ണം ഓടിപ്പോയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കാട്ടുപോത്ത് വേട്ടകളിലൊന്ന് ഒരു സുഹൃത്തിനൊപ്പമായിരുന്നു. ഞങ്ങൾ എം.എ. ഗുഡ്ഡേ എന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. എനിക്ക് പെട്ടെന്ന് പനി പിടിച്ചു. എന്നാലും ഒരു കാട്ടുപോത്തിന്റെ കൂട്ടത്തെ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ ഞാൻ പനിയൊന്നും വകവയ്ക്കാതെ കുതിരപ്പുറത്ത് കയറി അങ്ങോട്ട് പോയി. ഞങ്ങളൊരു കാട്ടുപോത്തിനെ വെടിവെച്ചു. അതിന്റെ പിൻകാലിന് വെടികൊണ്ടു. പിറ്റേന്ന് രാവിലെ ഞങ്ങളതിനെ പിന്തുടർന്നു. ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം ഒരു ചതുപ്പിൽ വെച്ച് ഞങ്ങൾ അതിനെ കണ്ടെത്തി. അവൻ ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു. പക്ഷേ അവസാനം ഞാൻ അതിനെ കൊന്നു. അന്ന് ഞങ്ങൾ അതിന്റെ മജ്ജ ചുട്ടുതിന്നു. കൂടെയുണ്ടായിരുന്ന എന്റെ സുഹൃത്ത് എച്ചിന്റെ പകുതിയും പിന്നെ ബാക്കിയുണ്ടായിരുന്നതും കൂടി കഴിച്ചു തീർത്തു. മറ്റൊരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് വേട്ടയ്ക്ക് പോയപ്പോൾ 2 കടുവക്കുട്ടികളെ പിടിച്ചു. അവയുടെ അമ്മ തള്ള ഇര തേടാൻ പോയ സമയത്തായിരുന്നു അത്. എന്റെ ഒരു സുഹൃത്തായ ക്യാപ്റ്റൻ പിയുമായി ചേർന്ന് ഞാൻ നടത്തിയൊരു വേട്ട മറക്കാനാവാത്തതാണ്. ഞങ്ങൾ ഹനേക്കരൈ മലയിലെ 2 വലിയ കാളകളെ തേടിയാണ് പോയത്. അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഒരു താഴ്വരയിൽ വെച്ച് ഞങ്ങൾ അവയെ കണ്ടെത്തി. എന്റെ കയ്യിൽ 4 ബോറും പിയുടെ കയ്യിൽ 8 ബോർ റൈഫിളുമായിരുന്നു. ഞങ്ങൾ ആനപ്പുറത്താണ് അവയെ സമീപിച്ചത്. അവ ഞങ്ങളെ കണ്ടെങ്കിലും ആദ്യം വലിയ പേടിയൊന്നും കാണിച്ചില്ല. പെട്ടെന്നൊരെണ്ണം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പി അതിനെ വെടിവെച്ചു, പക്ഷെ കൊണ്ടില്ല. മറ്റേതിനെ ഞാൻ എൻ്റെ 4 ബോർ കൊണ്ട് ഒറ്റ വെടിക്ക് വീഴ്ത്തി. പിന്നീട് ഞങ്ങൾ വെടിയേറ്റ കാളയെ പിന്തുടർന്നു. രക്തം ഒരുപാടുണ്ടായിരുന്നെങ്കിലും
അതൊരുപാട് ദൂരം ഓടി. ഒടുവിൽ ഒരു മുളങ്കാട്ടിൽ വെച്ച് ഞങ്ങളതിനെ കണ്ടെത്തി. അത് ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു. പക്ഷെ ഒടുവിൽ പീ അതിനെ കഴുത്തിന് വെടിവെച്ചു കൊന്നു. അന്ന് ഞങ്ങൾ 2 കൂറ്റൻ കാട്ടുപോത്തുകളെയാണ് വേട്ടയാടിയത്. അതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ആ രാത്രി നന്നായി ആഘോഷിച്ചു. വേറൊരിക്കൽ ഒരു വലിയ ഒറ്റയാനെ ഞാൻ 4 ദിവസം തുടർച്ചയായി പിന്തുടർന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അവസാനം അതിനെ കണ്ടെത്തിയത്. ഞാൻ അവനെ വെടിവെച്ചു. പക്ഷേ ആദ്യത്തെ വെടി പാഴായി. 2ാമത്തെ വെടിയിൽ ഞാൻ അവനെ വീഴ്ത്തി. അതും ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. മഹാത്തായി എന്നായിരുന്നു ആ കാട്ടുപോത്തിന് നാട്ടുകാർ നൽകിയിരുന്ന പേര്. കാട്ടുപോത്തുവേട്ടയിൽ ക്ഷമയും കായികശേഷിയും കൃത്യമായ ലക്ഷ്യവും അത്യാവശ്യമാണ്. പരിക്കേറ്റ ഒരു കാട്ടുപോത്ത് വളരെ അപകടകാരിയാണ്. പക്ഷേ ആ സാഹസികത തന്നെയാണ് ഈ വേട്ടയെ ഇത്രയും ആവേശകരമാക്കുന്നത്. അടുത്ത അധ്യായം കാട്ടിലെ രാജാവിനെക്കുറിച്ചാണ്, കടുവയെപ്പറ്റി. കടുവകളെ അവയുടെ സ്വഭാവമനുസരിച്ച് 3ആയി തിരിക്കാം. കന്നുകാലികളെ പിടിക്കുന്നവ. ഇവ സാധാരണയായി ഗ്രാമങ്ങളുടെ അടുത്തുള്ള കാടുകളിൽ താമസിക്കുന്നു. പകൽ സമയത്ത് മേയാൻ വരുന്ന കന്നുകാലികളെയോ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മൃഗങ്ങളെയോ ആണ് ഇവ പിടിക്കുന്നത്. പ്രായം ചെന്ന് അധികം ഓടാനും ചാടാനുമൊന്നും വയ്യാതാകുമ്പോഴാണ് കടുവകൾ ഈ ശീലം തുടങ്ങുന്നത്. ഒരു പശുവിനെ പിടിച്ചാൽ 4-5 ദിവസം അതുകൊണ്ട് കഴിയും. ഇരപിടിയന്മാർ. ഇവ കൊടും വരങ്ങളിലാണ് താമസിക്കുന്നത്. മാനുകളെയും പന്നികളെയും പോലുള്ള വന്യമൃഗങ്ങളെയാണ് ഇവ ആഹാരമാക്കുന്നത്. ഇവ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരാറില്ല. നരഭോജികൾ. ഇവയാണ് ഏറ്റവും അപകടകാരികൾ. മുറിവേൽക്കുകയോ വാർദ്ധക്യം ബാധിക്കുകയോ ചെയ്യുമ്പോൾ മറ്റു മൃഗങ്ങളെ പിടിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കടുവകൾ മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. കടുവകൾക്ക് സാധാരണയായി 9 മുതൽ 9.5 അടി വരെ നീളമുണ്ടാകും. പക്ഷേ 10 അടിയിൽ കൂടുതൽ നീളമുള്ളവയെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള കടുവയ്ക്ക് ഏകദേശം 160 കിലോ ആയിരുന്നു. കടുവകൾ കരടിയെ തിന്നുന്നതും മറ്റ് കടുവകളെ തിന്നുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാട്ടുനായ്ക്കളുമായി കടുവകൾ ഏറ്റുമുട്ടാറുണ്ട്. ചിലപ്പോൾ കാട്ടുനായ്ക്കൾ കൂട്ടം ചേർന്ന് കടുവയെ കൊല്ലും. കാട്ടുപോത്തിനെ കൊല്ലാനും കടുവകൾക്ക് കഴിയും. എരുമയുമായി കടുവ ഏറ്റുമുട്ടിയാൽ പലപ്പോഴും എരുമയായിരിക്കും ജയിക്കുന്നത്. കടുവ ഇരയെ പിടിക്കുന്നത് സാധാരണയായി കഴുത്തിൽ കടിച്ചാണ്. കഴുത്തിലെ കശേരുക്കൾ ഒടിച്ചാണ് അത് ഇരയെ കൊല്ലുന്നത്. ചിലപ്പോൾ ഇരയുടെ തൊണ്ടയിൽ കടിച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ചും കൊല്ലും. ഇരയെ പിടിച്ചതിനു ശേഷം അതൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ടുപോയി പിൻഭാഗത്തു നിന്നാണ് തിന്നു തുടങ്ങുന്നത്. ഒരു ദിവസം ഏകദേശം 30 കിലോ വരെ മാംസം അത് ഭക്ഷിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കും. മരം കയറാനും കടുവകൾക്ക് കഴിയും. പക്ഷേ അത് വളരെ അപൂർവമാണ്. അവയ്ക്ക് വിശപ്പും ദാഹവും ഒരുപാട് ദിവസം സഹിക്കാൻ കഴിയും. കടുവകൾക്ക് പ്രത്യേകിച്ച് പ്രജനനകാലമൊന്നുമില്ല. ഒരു പ്രസവത്തിൽ 2-3 കുട്ടികളുണ്ടാകും. അമ്മക്കടുവയാണ് കുട്ടികളെ വേട്ടയാടാൻ പഠിപ്പിക്കുന്നത്. കടുവയെ വേട്ടയാടാൻ പല വഴികളുണ്ട്. ആനപ്പുറത്ത്, ബംഗാളിലെ പുൽമേടുകളിൽ ഇതാണ് പ്രധാന രീതി. ബീറ്റിംഗ്. കുറേ അണലുകൾ ബഹളമുണ്ടാക്കി കടുവയെ വേട്ടക്കാരന്റെ മുന്നിലേക്ക് ഓടിച്ചു കൊണ്ടുവരുന്ന രീതി. ഇരയെ വെച്ച് കാത്തിരിക്കുക. കടുവ കൊന്ന മൃഗത്തിന്റെ അടുത്ത് മരത്തിൽ കാത്തിരുന്ന് വെടിവെക്കുക. വലയിട്ട് പിടിക്കുക. മൈസൂരിൽ ഈ രീതി ഉപയോഗിക്കാറുണ്ട്. വിഷം വെച്ചും കെണിവെച്ചും കടുവകളെ പിടിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു നല്ല വേട്ടക്കാരന് ചേർന്ന പണിയല്ല. അപ്പോ ഇതാണ് കടുവകളെപ്പറ്റിയുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ. അടുത്ത അധ്യായത്തിൽ ദക്ഷിണേന്ത്യയിലെ കടുവവേട്ടയുടെ ആവേശകരമായ അനുഭവങ്ങൾ പറയാം. അയൻപൂരിലെ ആ നരഭോജിയായ പെൺകടുവയുടെ കഥ ഒരു പൂർണ്ണ അധ്യായമായി തന്നെ പറയാം. ചിലപ്പോൾ കാടിൻ്റെ നിശബ്ദത ഭേദിച്ച് ഒരു നിലവിളിയലരും. അത് മനുഷ്യൻ്റെ നിസ്സഹായതയുടെയും പ്രകൃതിയുടെ ക്രൂരതയുടെയും ശബ്ദമാണ്. അയൻപൂർ എന്ന ഗ്രാമവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അങ്ങനെ ഒരു ഭീതിയുടെ നിഴലിലായിരുന്നു. അതൊരു പെൺകടുവയായിരുന്നു. പക്ഷെ നാട്ടുകാർ അവളെ വിളിച്ചിരുന്നത് പിശാച് എന്നായിരുന്നു. അവളുടെ കഥ തുടങ്ങുന്നത് നാഗ്വല്ലി എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഒരു വൈകുന്നേരം കന്നുകാലികളെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു മനുഷ്യൻ. അവൻ്റെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് അപ്രത്യക്ഷനായി. പിറ്റേന്നു രാവിലെ അവൻ്റെ ചോര പുരണ്ട വസ്ത്രത്തിൻ്റെ കീറുകളും വലിച്ചിഴച്ചുകൊണ്ടുപോയ പാടുകളും മാത്രമാണ് അവർക്ക് കണ്ടെത്താനായത്. അയൻപൂരിൽ ഭയം അതിൻ്റെ ആദ്യത്തെ വിത്തുപാകി. അധികം വൈകിയില്ല. അടുത്ത ഇര ഒരു വിറകുവെട്ടുകാരനായിരുന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് പോയ അവൻ
പിന്നെ മടങ്ങി വന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം അവന്റെ മഴുവും കുറച്ച് അസ്ഥികഷണങ്ങളും മാത്രമാണ് കണ്ടെത്താനായത്. ആ ഗ്രാമങ്ങളിൽ പകൽ പോലും നിശബ്ദത തളം കെട്ടി നിന്നു. സന്ധ്യയാകുന്നതിനു മുൻപേ ആളുകൾ വാതിലടച്ചകത്തിരുന്നു. കുട്ടികളുടെ കളിച്ചിനിഴൽ നിലച്ചു. രാത്രിയിൽ കാറ്റിൽ ഇലയനങ്ങുന്ന ശബ്ദം കേട്ടാൽ പോലും ആളുകൾ ഭയന്നു വിറച്ചു. ഒരു ക്രിസ്മസ് ദിവസം ഞാൻ അവളെ തേടിയിറങ്ങി. എന്റെ കൂടെ ഭയമില്ലാത്ത കുറച്ച് ട്രാക്കർമാരുമുണ്ടായിരുന്നു. ഞങ്ങൾ ദിവസം മുഴുവൻ കാടരിച്ചു പറിക്കി. പക്ഷേ ആ പിശാച് ഒരു നിഴലുപോലെ അപ്രത്യക്ഷയായിരുന്നു. അവൾ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്കുറത്തായിരുന്നു. അന്ന് ഞങ്ങൾ നിരാശരായി മടങ്ങി. അവളുടെ ക്രൂരത തുടർന്നു. അടുത്ത ഇര ഒരു പുരോഹിതനായിരുന്നു. അടുത്തുള്ള ഒരു ചെറിയ അമ്പലത്തിലേക്ക് പോവുകയായിരുന്ന അദ്ദേഹത്തെ അവൾ വഴിയിൽ വെച്ച് പിടികൂടി. അതോടെ ആളുകളുടെ ഭയം ഇരട്ടിച്ചു. ദൈവത്തിനു പോലും അവളെ തടയാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. അവളുടെ കൂടെ ഒരു കുട്ടിയുമുണ്ടായിരുന്നു. അതവളെ കൂടുതൽ അപകടകാരിയാക്കി. ഒരു ദിവസം ഒരു ഗ്രാമീണനെ അവൾ അതിക്രൂരമായി കൊന്നു. ഞങ്ങൾ പിന്തുടർന്നെങ്കിലും അവൾ രക്ഷപ്പെട്ടു. അവളുടെ അവസാനത്തെ ഇര ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവന്റെ വിവാഹം കഴിഞ്ഞ് അധികം നാളായിരുന്നില്ല. അവന്റെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ആ ഗ്രാമം ഒന്നടങ്കം കരഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ എന്റെ ബംഗ്ലാവിൽ വിശ്രമിക്കുമ്പോൾ ഒരു ഗ്രാമീണൻ കിതച്ചുകൊണ്ട് ഓടിവന്നു. സാറേ, അവളെ കണ്ടു. അവളൊരു പശുവിനെ പിടിച്ചിട്ടുണ്ട്. അടുത്തുള്ള കുന്നിന്റെ മുകളിലുണ്ട്. ആ നിമിഷം എന്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഉണർന്നു. ഞാൻ എന്റെ തോക്കെടുത്തു. എന്റെ വിശ്വസ്തനായ ട്രാക്കർ ബോമ്മയ്യ എന്റെ കൂടെ വന്നു. ഞങ്ങൾ ആ കുന്നിന്റെ അടുത്തേക്ക് കുതിച്ചു. അവിടെ ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിനു മുകളിൽ കയറിയാൽ ചുറ്റും കാണാം. ഞാനതിനു മുകളിൽ കയറി കാത്തിരുന്നു. സമയമിഴഞ്ഞു നീങ്ങി. സന്ധ്യ മയങ്ങിത്തുടങ്ങി. പക്ഷികൾ കൂടണഞ്ഞു. കാട് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് ദൂരെ ഒരു ചലനം. അവൾ വരികയായിരുന്നു. ഒരു നിഴല് പോലെ, ശബ്ദമുണ്ടാക്കാതെ. അവൾ ആ പശുവിന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ ജ്വലിച്ചു. അവൾ തിന്നാൻ തുടങ്ങുകയായിരുന്നു. അതായിരുന്നു ഞാൻ കാത്തിരുന്ന നിമിഷം. എന്റെ തോക്ക് ഗർജിച്ചു. ആ വെടിയൊച്ച ആ താഴ്വരയിൽ അലയടിച്ചു. അവളൊരു നിമിഷം നിന്നു, പിന്നെ നിലത്തേക്ക് പതിച്ചു. ഞാൻ മരത്തിൽ നിന്നിറങ്ങി. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ മരിച്ചിരുന്നു. ആ ക്രൂരതയുടെ മുഖം ശാന്തമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവളെ ഒരു ആനപ്പുറത്ത് കയറ്റി ഗ്രാമത്തിലൂടെ കൊണ്ടുപോയി. ആളുകൾ ഭയം മറന്നു പുറത്തിറങ്ങി. അവരുടെ മുഖങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം സന്തോഷം വിടർന്നു. അവർ ആർപ്പ് വിളിച്ചു, നൃത്തം ചെയ്തു. കുട്ടികൾ അവളുടെ വാലിൽ പിടിച്ചു വലിച്ചു. അയൻപൂരിലെ പിശാച് മരിച്ചിരിക്കുന്നു. ആ ഗ്രാമങ്ങളിൽ വീണ്ടും സമാധാനം തിരിച്ചുവന്നു. പക്ഷേ ആ രാത്രിയിലെ നിശബ്ദതയും ആ സ്വർണ്ണക്കണ്ണുകളിലെ തീക്ഷ്ണതയും പിന്നെ ആ അവസാനത്തെ വെടിയൊച്ചയും എന്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകില്ല. അതായിരുന്നു ഒരു വേട്ടക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയുടെ നിമിഷം. ഒരു നാടിനെ രക്ഷിച്ചതിന്റെ സംതൃപ്തി. ഇനി മറ്റൊരു കടുവയുടെ കഥ പറയാം. എല്ലാ കാടിനും ഒരു രാജാവുണ്ടാകും. ഹെപ്സൂറിലെ ആ കാടിന്റെ രാജാവായിരുന്നു ഡോൺ. അവനൊരു കടുവയായിരുന്നില്ല, ഒരു പ്രതിഭാസമായിരുന്നു. നാട്ടുകാർക്ക് അവനൊരു ദൈവത്തെപ്പോലെയായിരുന്നു. അവർ അവനെ ഭയന്നു, പക്ഷേ അതിലുപരി ആരാധിച്ചു. കാരണം ഡോൺ ഒരിക്കലും ഒരു മനുഷ്യനെപ്പോലും ഉപദ്രവിച്ചിരുന്നില്ല. അവന്റെ സാമ്രാജ്യം വിശാലമായിരുന്നു. അവന്റെ നിയമങ്ങൾ ലളിതവും. അവന്റെ വിശപ്പായിരുന്നു ആ കാട്ടിലെ നിയമം. അവനൊരു ഭീമാകാരനായിരുന്നു. അവൻ നടക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നതുപോലെ തോന്നും. അവന്റെ ഗർജനം കേട്ടാൽ കാട് നിശ്ചലമാകും. അവനൊരു വയരനായിരുന്നു. ഒരിക്കൽ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ അട്ടിക്കുൾപൂരിലെ ഒരു പറ്റം പശുക്കളെ അവൻ വേട്ടയാടി. 14 എണ്ണത്തിനെയാണ് അവൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നത്. അതൊരു കൊലയായിരുന്നില്ല, ഒരു രാജകീയ വിരുന്നായിരുന്നു. അവന്റെ ഈ പ്രവൃത്തിയാണ് എന്റെ ശ്രദ്ധ അവനിലേക്ക് തിരിച്ചത്. ഡോൺ ഒരു വെല്ലുവിളിയായിരുന്നു. അവനെ കീഴടക്കുക എന്നത് ഒരു സാധാരണ വേട്ടയായിരുന്നില്ല. അതൊരു സിംഹാസനത്തിനായുള്ള യുദ്ധമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അവനെ തേടിയിറങ്ങി. ഒരു പുഴയുടെ തീരത്തുള്ള ഇടതൂർന്ന കാട്ടിൽ അവന്റെ ഇരക്കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ കാത്തിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ പുഴയുടെ മറുകരയിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു.
അത് ഡോണായിരുന്നു. അവൻ പുഴയിലേക്കിറങ്ങി. അവന്റെ ഓരോ ചുവടും ഗാംഭീര്യമുള്ളതായിരുന്നു. അവൻ പുഴ കടന്ന് ഇരയുടെ അടുത്തേക്ക് വന്നു. ഞാൻ വെടിവച്ചു. വെടിയൊച്ച ആ താഴ്വരയിൽ അലയടിച്ചു. അവനൊന്നു ഞെട്ടി. പിന്നെ ഒരു ഗർജനത്തോടെ കാടിന്റെ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അവന് മുറിവേറ്റിരുന്നു. പക്ഷേ ഡോൺ അത്ര പെട്ടെന്ന് തോൽക്കുന്നവനല്ലെന്ന് എനിക്കറിയാമായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ അവന്റെ ചോരപ്പാടുകൾ പിന്തുടർന്നു. അതൊരു നീണ്ട യാത്രയായിരുന്നു. ഞങ്ങൾ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഡോണിനെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾക്ക് ഊർജം നൽകി. ഒടുവിൽ ഒരു വലിയ പാറയുടെ മുകളിൽ ഞങ്ങൾ അവനെ കണ്ടെത്തി. അവൻ മുറിവേറ്റ് അവശനായി കിടക്കുകയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിലെ രാജകീയ പ്രൗഢിക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. അവൻ ഞങ്ങളെ കണ്ടു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന് കഴിഞ്ഞില്ല. അവനൊരു രാജാവിനെപ്പോലെയാണ് ജീവിച്ചത്. ഒരു രാജാവിനെപ്പോലെ തന്നെ മരിക്കാനും അവൻ അർഹതയുണ്ടായിരുന്നു. ഞാൻ അവനെ കൂടുതൽ വേദനിപ്പിച്ചില്ല. എന്റെ തോക്കിൽ നിന്ന് അവസാനത്തെ വെടിയുണ്ട അവന്റെ വേദനയ്ക്ക് അന്ത്യം കുറിച്ചു. ഡോൺ മരിച്ചപ്പോൾ ആ കാട് മുഴുവൻ നിശബ്ദമായതുപോലെ തോന്നി. ഞങ്ങൾ അവന്റെ ഭീമാകാരമായ ശരീരമെടുത്തു. നാട്ടുകാരവനെ കാണാൻ തടിച്ചുകൂടി. അവരുടെ കണ്ണുകളിൽ ദുഃഖവും ആദരവും നിഴലിച്ചു. അന്ന് രാത്രി ഞങ്ങൾ ഡോണിന്റെ നെയ്യുരുക്കിയെടുത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. നാട്ടുകാർക്ക് അത് വെറുമൊരു നെയ്യായിരുന്നില്ല, ഒരു രാജാവിന്റെ ഓർമ്മയായിരുന്നു. ഡോണിന്റെ കഥ ഹെപ്സൂരിലെ ഒരു നാടോടിക്കഥയായി മാറി. ഒരു കടുവയുടെ കഥയല്ല, ഒരു രാജാവിന്റെ കഥ. മനുഷ്യരെ ഉപദ്രവിക്കാതെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച ഒരു രാജാവ്. അവനെ വേട്ടയാടിയപ്പോൾ എനിക്ക് നഷ്ടമായത് വെറുമൊരു മൃഗത്തെയായിരുന്നില്ല, ആ കാടിന്റെ ആത്മാവിനെ തന്നെയായിരുന്നു. പൂഞ്ഞൂരിലെ ആ അമ്മക്കടുവയുടെയും കുഞ്ഞിന്റെയും കഥയാണ് ഇനി. ചില രാത്രികളിൽ കാടിനു പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. അങ്ങനെയൊരു അർദ്ധരാത്രിയിലാണ് ബൊമ്മയ്യ ഗൗഡ എന്റെ ബംഗ്ലാവിന്റെ വാതിലിൽ മുട്ടിയത്. അവന്റെ കണ്ണുകളിൽ ഉറക്കക്ഷീണമായിരുന്നില്ല, ഒരു പ്രത്യേകതരം തീക്ഷ്ണതയായിരുന്നു. സാറേ, പൂഞ്ഞൂരിൽ ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട്. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. 2 പശുക്കളെയാണ് ഒറ്റയടിക്ക് തീർത്തത്. പക്ഷെ അതല്ല കാര്യം. അവൾക്ക് മനുഷ്യനെ പേടിയില്ല. ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ ഗർജിച്ച് ഞങ്ങളെ ഓടിച്ചു. ഇതൊരു സാധാരണ കടുവയല്ല. അവന്റെ വാക്കുകളിൽ ഒരു വെല്ലുവിളിയുണ്ടായിരുന്നു. ഇതൊരു സാധാരണ വേട്ടയല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ നേരം പുലരുന്നതിനു മുൻപേ ഞങ്ങൾ പൂഞ്ഞൂരിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ പ്രദേശം മുഴുവൻ ഒരുതരം ഭീതിയിലായിരുന്നു. കടുവ കൊന്ന പശുക്കളുടെ ജഡം ഒരു പാടത്തിനപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന ഒരു ട്രാക്കർ നിലത്ത് വിരൽ ചൂണ്ടി. അവിടെ വലിയ കാൽപ്പാടുകൾക്കൊപ്പം ചെറിയ കാൽപ്പാടുകളും പതിഞ്ഞുകിടന്നിരുന്നു. അവൾ ഒറ്റയ്ക്കല്ല, ബൊമ്മയ്യ ഗൗഡ മന്ത്രിച്ചു. അവളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. അതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ഒരമ്മക്കടുവ അവളുടെ കുഞ്ഞിന്റെ കൂടെയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ്. അവളുടെ സ്നേഹം, അവളുടെ സംരക്ഷണം, അതവളെ ഒരു പോരാളിയാക്കി മാറ്റും. ഞങ്ങൾ കാൽപ്പാടുകൾ പിന്തുടർന്നു. അതൊരു വലിയ മുളങ്കാട്ടിലേക്കാണ് ഞങ്ങളെ നയിച്ചത്. കാറ്റിന്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ, ഇലയനങ്ങാതെ മുന്നോട്ട് നീങ്ങി. മുളങ്കാടിന്റെ ഉള്ളിൽ വച്ച് ഞങ്ങൾ ആ കാഴ്ച കണ്ടു. ഒരു ചെറിയ അരുവിയുടെ തീരത്ത് അവൾ കിടക്കുന്നു. അവളുടെ അടുത്ത് അവന്റെ കുഞ്ഞും. അവൾ അവരെ നക്കിത്തുടയ്ക്കുകയായിരുന്നു. ആ കാഴ്ചയിൽ ക്രൂരതയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അതൊരമ്മയും കുഞ്ഞുമായിരുന്നു. ഒരു നിമിഷം ഞാൻ തോക്കെടുക്കാൻ മടിച്ചുപോയി. പക്ഷെ ആ നിമിഷം പെട്ടെന്ന് അവസാനിച്ചു. അവൾ ഞങ്ങളുടെ ഗന്ധം തിരിച്ചറിഞ്ഞു. അവൾ തലയുയർത്തി. അവളുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെയായിരുന്നു. ആ കണ്ണുകളിൽ സ്നേഹമായിരുന്നില്ല, അടങ്ങാത്ത ക്രോധമായിരുന്നു. അവൾ ഗർജിച്ചു. ആ ഗർജനത്തിൽ മുളങ്കാട് വിറച്ചു. അവൾ കുഞ്ഞിനെ പിന്നിലേക്ക് മാറ്റി. എന്നിട്ട് ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു. എനിക്ക് ഒഴിഞ്ഞുമാറാൻ സമയമുണ്ടായിരുന്നില്ല. ഞാൻ വെടിവെച്ചു. വെടിയുണ്ട അവളുടെ തോളിൽ തുളച്ചു കയറി. അവളൊന്ന് പകച്ചു. പക്ഷെ അവൾ വീണില്ല. ചോരയൊലിപ്പിച്ച് മുറിവേറ്റ ഒരു സിംഹിയെപ്പോലെ അവൾ വീണ്ടും ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു. അവളുടെ ലക്ഷ്യം ഞാനായിരുന്നു. എന്റെയും അവളുടെയും ഇടയിൽ ദൂരം കുറഞ്ഞു വന്നു. ഞാൻ വീണ്ടും വെടിവെച്ചു. ഇത്തവണയും അവൾ വീണില്ല.
പക്ഷേ അവളുടെ വേഗത കുറഞ്ഞു. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഞങ്ങൾ പിന്തുടർന്നു. ചോരപ്പാടുകൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു. ഒടുവിൽ ഒരു പാറയുടെ അടിയിൽ ഞങ്ങൾ അവളെ കണ്ടെത്തി. അവൾ ക്ഷീണിച്ച് അവശയായി കിടക്കുകയായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിലെ തീ അപ്പോഴും അണഞ്ഞിരുന്നില്ല. അവൾ ഞങ്ങളെ കണ്ടു. അവൾ അവസാനമായി ഒന്ന് ഗർജിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അവൾ തല ചായിച്ചു. ആ കാടിന്റെ ധീരയായ അമ്മ യാത്രയായി. ഞങ്ങൾ തിരികെ വന്നപ്പോൾ ആ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അമ്മയെ തേടി കരയുകയായിരുന്നു. ആ കാഴ്ച എന്റെ ഹൃദയം തകർത്തു. ഞങ്ങൾ അവനെ ജീവനോടെ പിടികൂടി. അന്ന് ഞാൻ പഠിച്ചു, കാട്ടിലെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണെന്ന്. ഒരമ്മയുടെ സ്നേഹം. ആ സ്നേഹത്തിനു മുന്നിൽ തൂക്കുകൾ പോലും ചിലപ്പോൾ നിസ്സഹായമാകും. പൂഞ്ഞൂരിലെ ആ അമ്മക്കടുവ, അവൾ എന്റെ ഓർമ്മകളിൽ എപ്പോഴും ഒരു ധീരയായ പോരാളിയായിരിക്കും. അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പോരാടിയ ഒരമ്മ. മുടൂർ പുള്ളിപ്പുലിയുടെ കഥയാണ് ഇനി. ചില മൃഗങ്ങളുണ്ട്. അതൊക്കെ വെറും മൃഗങ്ങളല്ല, ഒരുമാതിരി നാട്ടുപ്രേതങ്ങളാ. ഞാൻ കണ്ടുകൊണ്ട് കാണുന്നതിനു മുൻപേ മുടൂറ്റെ ആ പുള്ളിപ്പുലി ഒരു ഇതിഹാസമായിരുന്നു. അതൊരു പുലിയായിരുന്നില്ല, കല്ലുമലയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രേതമായിരുന്നു. നാട്ടുകാരുടെ പേടിസ്വപ്നം. ആടുകളെയും പട്ടികളെയും കാണാതാകുമ്പോൾ മാത്രം അവൻ അവിടെയുണ്ടെന്ന് അവരറിയും. സ്വർണവും കരിയും ചേർന്നൊരു നിഴല് പാറക്കെട്ടുകൾക്കിടയിലേക്ക് ഊളിയിട്ടു പോകുന്നത് കണ്ടവരുണ്ട്. അവനെ പിടിക്കാനുള്ള എന്റെ ആദ്യത്തെ ശ്രമങ്ങളൊക്കെ വെറുതെയായി. അതൊരു നാണക്കേടായിരുന്നു. ആ മലയുടെ രാജാവായിരുന്നു അവൻ. ഞാനോ വെറുമൊരു നുഴഞ്ഞുകയറ്റക്കാരനും. എന്റെ ഓരോ നീക്കവും അവൻ മുൻകൂട്ടി കാണുന്നത് പോലെ തോന്നി. ഞാനൊരു ആടിനെ കെട്ടിയിട്ട് രാത്രി മുഴുവൻ കാത്തിരിക്കും. രാവിലെ നോക്കുമ്പോൾ ആടിനെ കാണില്ല. പിന്നെ അറിയും, ഞാൻ കാത്തിരുന്ന പാറയുടെ മറുഭാഗത്തിരുന്ന് അവൻ എന്റെ പ്രഹസനം മുഴുവൻ കണ്ടിട്ട് ഞാൻ പോയ തക്കം നോക്കി വന്ന് ആടിനെയും കൊണ്ടുപോയെന്ന്. അതൊരു പുലിയല്ല സാറേ, ചെകുത്താനാ, എന്റെ കൂടെയുണ്ടായിരുന്ന വേട്ടക്കാരൻ പറയും. പക്ഷേ ഇത്തവണ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കൊടും ചൂടായിരുന്നു അന്ന്. ഒരാട്ടിൻകുട്ടിയെ വാങ്ങി അതിന്റെ ദയനീയമായ കരച്ചിൽ ആ ചുട്ടുപൊള്ളുന്ന പാറക്കെട്ടുകളിൽ അലയടിക്കാൻ പാകത്തിൽ ഞങ്ങൾ ഒരിടത്ത് കെട്ടിയിട്ടു. എന്നിട്ടൊരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്നു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. അപ്പോഴാണ് ദൂരെ ഒരു മരത്തിൽ നിന്ന് കുരങ്ങന്മാർ ബഹളം വയ്ക്കുന്നത് കണ്ടത്. അവറ്റകൾ നോക്കിയിരുന്നത് ഞങ്ങളുടെ അടുത്തേക്കായിരുന്നില്ല, മലയുടെ മറുഭാഗത്തേക്കായിരുന്നു. ആ പ്രേതം വീണ്ടും ഞങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു. അവൻ വേറൊരു വഴിയിലൂടെ വന്ന് ഞങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും എത്തി. ആകാശം കറുത്തിരുണ്ടു. ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചതും ഒരു ഇടിവെട്ടോടുകൂടി മഴ തുടങ്ങി. ആ മഴയത്ത് പുലി പുറത്തിറങ്ങില്ലെന്നുറപ്പായിരുന്നു. അന്നും ഞങ്ങൾ തോറ്റുമടങ്ങി. മൂന്നാം ദിവസം ഞാൻ പ്ലാൻ മാറ്റി. ഇനി കാത്തിരിപ്പില്ല. അവനെ അവന്റെ മടയിൽ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ മലയുടെ അടിവാരത്തൂടെ പതിയെ നടന്നു. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന ഒരുത്തൻ മുകളിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ ബൈനാക്കുലറിലൂടെ നോക്കി. ദാണ്ടേ കിടക്കുന്നു അവൻ. ഒരു പാറയുടെ തണലിൽ അവന്റെ സാമ്രാജ്യം മുഴുവൻ നിസ്സംഗതയോടെ നോക്കിക്കിടക്കുന്നു. അവന്റെ മുകളിലെത്താനായി ഞങ്ങൾ പാറപ്പുറത്തൂടെ ഇഴഞ്ഞുകയറി. ഓരോ കാലച്ചയും ഒരു ഇടിമുഴക്കം പോലെ തോന്നി. എന്റെ കൂടെയുണ്ടായിരുന്നവന്റെ തോക്ക് ഒരു പാറയിൽ ഉരസി. ക്ലിങ് എന്നൊരു ശബ്ദം. ആ നിമിഷം ആ പാറപ്പുറം ശൂന്യമായി. സ്വർണവും കറുപ്പും നിറഞ്ഞ ആ രൂപം താഴെയുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ അപ്രത്യക്ഷമായി. പക്ഷെ ഇത്തവണ അവനൊരു തെറ്റുപറ്റി. അവന്റെ രക്ഷപ്പെടാനുള്ള വഴിയിൽ നാട്ടുകാരുണ്ടായിരുന്നു. അവരവനെ കണ്ടു. ബഹളം വെച്ച് അവന്റെ പ്രധാന ഗുഹയിലേക്കുള്ള വഴി തടഞ്ഞു. അവൻ കുടുങ്ങി. ഒരു നിമിഷം ഞാൻ അവനെ കണ്ടു. ഒരു പാറയുടെ പിന്നിൽ നിന്ന് അവന്റെ മുഖം പുറത്തേക്ക് വന്നു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ. അവന് രക്ഷപ്പെടാൻ ഇനി ഒരേയൊരു വഴിയേ ഉള്ളൂ. എന്റെ മുന്നിലൂടെയുള്ള ഒരു വലിയ പാറപ്പുറത്തേക്ക് കയറണം. ഞാൻ കാത്തിരുന്നു. സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചു. നാട്ടുകാർ താഴെ നിന്ന് ആർത്തു വിളിച്ചു, സാറേ, താഴോട്ടിറങ്ങി വന്ന് വെടിവെക്ക്. എന്റെ മനസ്സെന്നോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അവരുടെ ബഹളം കേട്ട് ഞാൻ താഴോട്ടിറങ്ങാൻ തുടങ്ങി. അതായിരുന്നു അവൻ കാത്തിരുന്ന നിമിഷം. ഞാൻ എന്റെ സ്ഥാനം വിട്ടതും കാടൊന്ന് ഞെട്ടിവിറച്ചു. ഒരു ഗർജനത്തോടെ അവൻ പാറയുടെ പിന്നിൽ നിന്ന് ചാടി ഞാൻ ഉപേക്ഷിച്ചു പോയ ആ വഴിയിലേക്ക് കുതിച്ചു.
അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നില്ല. എന്റെ മണ്ടത്തരം മുതലെടുക്കുകയായിരുന്നു. ഞാൻ കിതച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിക്കയറി. അവൻ ആ പാറപ്പുറത്തേക്ക് കയറുകയായിരുന്നു. 8-10 അടി ദൂരമേ കാണൂ. പിന്നൊന്നും നോക്കിയില്ല. തോക്കെടുത്തു. അവന്റെ ശരീരത്തോട് ചേർത്ത് 2 വെടിയും പൊട്ടിച്ചു. തോക്കിന്റെ ഗർജനത്തിന് മറുപടിയായി കാതടപ്പിക്കുന്ന ഒരലർച്ചയായിരുന്നു. അവനൊന്ന് പകച്ചു. പിന്നെയൊരു കൊടുങ്കാറ്റുപോലെ മലക്കം മറിഞ്ഞ് താഴേക്കുരുണ്ടുപോയി. ഒരു നിമിഷം എല്ലാം ശാന്തമായി. പൊടി അടങ്ങിയപ്പോൾ ഞാൻ കണ്ടു, ആ കല്ലുമലയിലെ പ്രേതം നിശ്ചലമായി കിടക്കുന്നു. നാട്ടുകാരുടെ ആർപ്പുവിളി ആ താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചു. ഞാൻ താഴെ ചെന്ന് ആ ഭീമാകാരനായ മൃഗത്തെ നോക്കി നിന്നു. അവനൊരു യഥാർത്ഥ രാജാവായിരുന്നു. ആ വിജയത്തിന്റെ നിമിഷത്തിൽ എന്റെ മനസ്സിൽ ആദരവ് നിറഞ്ഞു. ആ കാടിന്റെ കൗശലക്കാരനായ ആത്മാവിനെയാണ് ഞാൻ കീഴടക്കിയത്. അടുത്തതായി 2 പുലികളുമായുള്ള എന്റെ നെഞ്ചിടിപ്പേറിയ ഏറ്റുമുട്ടലിന്റെ കഥയാണ്. ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചതിന്റെ ആവേശം അടങ്ങുന്നതിനു മുൻപേ അടുത്ത അവസരം എന്നെ തേടിയെത്തി. രാമനഹള്ളിയിലെ ആ കാടുകൾക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിത്തുടങ്ങിയിരുന്നു. സാറേ, അവിടെ 2 എണ്ണമുണ്ട്, ഗ്രാമത്തലവൻ പറഞ്ഞു. 1 അല്ല, 2, ഒരാണും പെണ്ണും. ഞങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ട് നാളുകളായി. അതൊരു വെല്ലുവിളിയായിരുന്നു. ഒറ്റപ്പുലിയെ നേരിടുന്നതുപോലെയല്ല 2 എണ്ണത്തിനെ ഒരുമിച്ച് നേരിടുന്നത്. അവയുടെ ശക്തി ഇരട്ടിയാണ്, കൗശലവും. പിറ്റേന്ന് രാവിലെ 100ഓളം വരുന്ന ഗ്രാമീണരുമായി ഞങ്ങൾ ആ കുറ്റിക്കാട്ടിലേക്ക് പുറപ്പെട്ടു. അതൊരു വലിയ കാടായിരുന്നില്ല, പക്ഷേ ഇടതൂർന്നതായിരുന്നു. നടുവിൽ വച്ച് അത് നേർത്തു വരുന്ന ഒരിടമുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ കെണി. ഞാൻ വലകൾ ആ ഇടുങ്ങിയ ഭാഗത്ത് വിരിച്ചു. എന്നിട്ട് അതിനു പിന്നിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. എന്റെ വിശ്വസ്തനായ വേട്ടക്കാരൻ ജാഫർ എന്റെ കൂടെയുണ്ടായിരുന്നു. ഞങ്ങൾ ശ്വാസമടക്കി കാത്തിരുന്നു. ബീറ്റർമാർ കാടിന്റെ അങ്ങേ തലക്കിൽ നിന്ന് ബഹളം വെച്ചു തുടങ്ങി. ആദ്യമൊന്നും സംഭവിച്ചില്ല. കുറേ നേരം കാത്തിരുന്നപ്പോൾ എന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. ചിലപ്പോൾ അവ അവിടെ നിന്നും രക്ഷപ്പെട്ടു കാണുമോ? ഞാൻ ജാഫറിനെ നോക്കി. അവന്റെ കണ്ണുകൾ കാടന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. പെട്ടെന്ന് ബീട്ടന്മാരുടെ ബഹളം ഇരട്ടിയായി. അതാ പോകുന്നു, അങ്ങോട്ട്, അങ്ങോട്ട് എന്നൊക്കെയുള്ള ആർപ്പുവിളികൾ കേട്ടു. അവർ വരുന്നുണ്ടായിരുന്നു. എന്റെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ബഹളം പെട്ടെന്ന് നിന്നു. പിന്നെ ദൂരെ നിന്ന് അവരുടെ നിരാശ നിറഞ്ഞ സംസാരം കേട്ടു. അവറ്റകൾ തിരിഞ്ഞൂടിയിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും കാത്തിരുന്നു. ഇത്തവണ ബീട്ടർമാർ കൂടുതൽ ആവേശത്തോടെ ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് എന്റെ മുന്നിലൂടെ എന്തോ ഒന്ന് ഒരു മിന്നായം പോലെ പാഞ്ഞുപോയി. അതൊരു മാൻകുട്ടിയായിരുന്നു. ഞാൻ തോക്കിൽ മുറുകെ പിടിച്ചു. അധികം വൈകിയില്ല. കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക തരം മുരൾച്ച കേട്ടു. അത് അടുത്തേക്ക് വരികയായിരുന്നു. എന്റെ രോമങ്ങൾ എഴുന്നു നിന്നു. പെട്ടെന്ന് ഞാൻ ഒളിച്ചിരുന്ന കുറ്റിക്കാടിന്റെ തൊട്ടുപിന്നിൽ എന്റെ തലയ്ക്ക് മുകളിലൂടെ എന്തോ ഒന്ന് ചാടി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് സ്വർണ്ണനിറമുള്ള ഒരു ശരീരം എന്റെ ഒളിത്താവളത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നതാണ്. അതൊരു പുള്ളിപ്പുലിയായിരുന്നു. 1 അല്ല, 2. അവറ്റകൾ ബീറ്റർമാരെ കബളിപ്പിച്ച് കാടിന്റെ നിശബ്ദത മുതലെടുത്ത് ഞാൻ ഒളിച്ചിരുന്ന അതേ കുറ്റിക്കാട്ടിലേക്ക് തന്നെ വലിഞ്ഞു കയറിയിരിക്കുന്നു. എന്റെ തൊട്ടുപിന്നിൽ ഒരു മറയുടെ മാത്രം വ്യത്യാസത്തിൽ 2 കൊലയാളികൾ. എനിക്കനങ്ങാൻ പോലും പറ്റിയില്ല. എന്റെ പുറകിൽ അവയുടെ ചൂടുള്ള നിശ്വാസം എനിക്ക് അനുഭവപ്പെടുന്നതുപോലെ തോന്നി. അവയുടെ മുരൾച്ച എന്റെ ചെവിയിൽ മുഴങ്ങി. ഒരു നിമിഷം ഞാൻ എന്റെ കഥ കഴിഞ്ഞെന്നുറപ്പിച്ചു. പക്ഷെ അവ എന്നെ കണ്ടിരുന്നില്ല. അവറ്റകൾ പേടിച്ചിരിക്കുകയായിരുന്നു. അവയ്ക്ക് മനുഷ്യന്റെ മണം കിട്ടിയിരിക്കാം. അവറ്റകൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ ഭയം എന്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. പകരം ഒരു വേട്ടക്കാരന്റെ തഴുത്ത നിശ്ചയദാർഢ്യം എന്റെ സിരകളിലേക്ക് ഇരച്ചു കയറി. ഒരു കൊടുങ്കാറ്റ് പോലെ അവ 2 കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി വലയുടെ നേരെ പാഞ്ഞു. ഞാൻ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. എന്റെ തോക്കിൽ നിന്ന് 2 വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. ഒരെണ്ണം വലയിൽ കുടുങ്ങാൻ പോയ പെൺപുലിയുടെ കഴുത്തിൽ കൊണ്ടു. അവൾ അവിടെ തന്നെ വീണു. മറ്റേത്, ആൺപുലി, ഒരു മിന്നൽ പിണറുപോലെ വലയും ചാടിക്കടന്ന് ഓടിമറഞ്ഞു. ജാഫർ എന്റെ അടുത്തേക്ക് ഓടിവന്നു. അവന്റെ മുഖത്ത് ഭയവും ആദരവും ഒരുപോലെ നിഴലിച്ചു. ഞങ്ങൾ ആ കുറ്റിക്കാട്ടിലേക്ക് നോക്കി. മരണത്തിനും എനിക്കുമിടയിൽ ഏതാനും ഇഞ്ചുകളിൽ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ ആൺപുലിയെ തേടി കുറേ അലഞ്ഞു. പക്ഷേ ആ കാടിന്റെ രാജാവ് അപ്പോഴേക്കും അവന്റെ സാമ്രാജ്യത്തിന്റെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായിരുന്നു. അന്ന് ഞാൻ പഠിച്ചു, കാട്ടിൽ ഏറ്റവും വലിയ കെണി നമ്മൾ തന്നെയാണെന്ന്. നമ്മുടെ അശ്രദ്ധ, നമ്മുടെ ഭയം, അതുതന്നെയാണ് മൃഗങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അടുത്ത അധ്യായം വേട്ടനായ്ക്കളെക്കുറിച്ചുള്ളതാണ്. എന്റെ വേട്ടജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്ന അവയുടെ കഥയാണിത്. ഇന്ത്യയിലെ യൂറോപ്യന്മാർ കുറുക്കനെ വേട്ടയാടാനായി ഇറക്കുമതി ചെയ്ത ഫോക്സ് ഹൗണ്ട് നായ്ക്കളെ വളർത്താറുണ്ട്. ഇതൊരു വലിയ വേട്ടയൊന്നുമല്ലെങ്കിലും
രാവിലെ ഒരു വ്യായാമം പോലെ അവർക്കിതിഷ്ടമാണ്. ചിലയിടങ്ങളിൽ ഗ്രേഹൗണ്ട് നായ്ക്കളെ ഉപയോഗിച്ച് കുറുക്കനെയും മുയലിനെയും ഓടിച്ചു പിടിക്കാറുണ്ട്. ധാക്കയിൽ വെച്ച് ഞങ്ങൾ ബാഗ്ദോസ് എന്നൊരു തരം മരപ്പട്ടിയെ വേട്ടയാടാനായി ഒരു ചെറിയ നാടൻ നായ്ക്കളുടെ സംഘത്തെ വളർത്തിയിരുന്നു. അതൊരു രസകരമായ വിനോദമായിരുന്നു. വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ സാധാരണ നായ്ക്കൾ പോരാ, അതിന് പ്രത്യേകതരം നായ്ക്കൾ തന്നെ വേണം. സർ സാമുവൽ ബേക്കറിന്റെ സിലോണിലെ വേട്ടയെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് കരടിയെയും കാട്ടുപോത്തിനെയും ഒക്കെ പിടിക്കാൻ കഴിവുള്ള നായ്ക്കളുടെ ഒരു സംഘത്തെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. ഇങ്ങനെയുള്ള വേട്ടയ്ക്ക് 2 തരം നായ്ക്കളുണ്ട്. 1 മൃഗത്തെ കണ്ടെത്തി കുരച്ചു നിൽക്കുന്നവ, 2 മൃഗത്തെ കടിച്ചു പിടിച്ച് നിർത്തുന്നവ. രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ ആവേശകരം. കരടിയെയും പുലിയെയുമൊക്കെ ഇങ്ങനെ നായ്ക്കളെയും ഒരു കത്തിയും ഉപയോഗിച്ച് മാത്രം കൊല്ലാൻ സാധിക്കും. ഇങ്ങനെയൊരു വേട്ട ക്രൂരതയാണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ഒരു വേട്ടനായയെ മാസങ്ങളോളം കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാൾ വലിയ ക്രൂരത വേറെയില്ല. അതിന്റെ സഹജമായ വാസനകളെ തൃപ്തിപ്പെടുത്തുന്നതാണ് അതിന് നൽകാവുന്ന ഏറ്റവും വലിയ സന്തോഷം. നായ്ക്കൾക്ക് ഈ വേട്ടയ്ക്കിടയിൽ അധികം പരിക്കേൽക്കാറില്ല, കാരണം അവ കൂട്ടമായിട്ടാണ് ആക്രമിക്കുന്നത്. ഒരു കരടിയെയോ പുലിയെയോ ഒരേ സമയം പല നായ്ക്കൾ ആക്രമിക്കുമ്പോൾ അതിന് ഒന്നിനെയും ശ്രദ്ധിക്കാൻ കഴിയില്ല. ബുൾഡോഗിന്റെ മൂക്കിൽ കടിച്ചുപിടിക്കാനുള്ള കഴിവ് അപാരമാണ്. ഒരിക്കൽ കടി കിട്ടിയാൽ പിന്നെ ആ മൃഗത്തിന് അധികം അനങ്ങാൻ കഴിയില്ല. വലിയ മൃഗങ്ങളെ വേട്ടയാടാനുള്ള ഒരു നായ്ക്കളുടെ സംഘത്തിൽ മൃഗത്തെ കണ്ടെത്തുന്നവരും അതിനെ കടിച്ചുപിടിക്കുന്നവരും വേണം. കടിച്ചുപിടിക്കുന്നവരായി വേണ്ടത് ബുൾഡോഗുകളോ ബുൾമാസ്റ്റിഫുകളോ ആണ്. അവയ്ക്ക് നല്ല ധൈര്യവും മുന്നോട്ട് കുതിക്കാനുള്ള മനസ്സുമുണ്ടായിരിക്കണം. ഞാൻ എന്റെ നായ്ക്കൾക്ക് പരിശീലനം കൊടുത്തിരുന്നത് നാട്ടിലെ പന്നികളെയും മറ്റും പിടിച്ചാണ്. എന്റെ സംഘത്തിൽ 6 നായ്ക്കളുണ്ടായിരുന്നു. മാർക്കിസ് എന്ന ബുൾമാസ്റ്റിഫും ലേഡി എന്ന നാടൻ ബുൾ ടെറിയറും പിന്നെ അവയുടെ 4 കുട്ടികളുമായിരുന്നു അവർ. ബിസ്മാർക്ക്, വൈപ്പർ, ഫ്യൂറി, ടർക്ക് എന്നിവരായിരുന്നു ആ മിടുക്കന്മാർ. എന്റെ നായ്ക്കൾ വെറും മൃഗങ്ങളായിരുന്നില്ല, അവരെന്റെ വേട്ടയിലെ പങ്കാളികളായിരുന്നു, എന്റെ ധൈര്യമായിരുന്നു. ഓരോ വേട്ടയും ഒരുമിച്ചുള്ളൊരു പോരാട്ടമായിരുന്നു. അവരുടെ വിശ്വസ്തതയും ധൈര്യവുമാണ് എന്റെ പല വിജയങ്ങളുടെയും പിന്നിലെ രഹസ്യം. അടുത്ത അധ്യായം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായ ഒന്നാണ്. കാരണം അത് വേട്ടയുടെ അവസാനത്തെയും വന്യജീവികളുമായുള്ള എന്റെ ബന്ധം എങ്ങനെ മാറിയെന്നതിനെക്കുറിച്ചും പറയുന്നു. വർഷങ്ങൾ കടന്നുപോയി. എന്റെ ജീവിതം ആ കാടുകളുമായി ഇഴചേർന്നിരുന്നു. മോർലെയിലെ ആ ബംഗ്ലാവും എന്റെ വിശ്വസ്തരായ ട്രാക്കന്മാരും ധീരരായ നായ്ക്കളും പിന്നെ ആ കാടുകളിലെ നിശബ്ദതയും എന്റെ ജീവിതത്തിന്റെ ഭാരമായി. ഓരോ വേട്ടയും എനിക്ക് പുതിയ അനുഭവങ്ങൾ നൽകി. കാടിന്റെ ഓരോ നിയമവും ഞാൻ പഠിച്ചു. പക്ഷേ കാലം എന്നിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. തുടക്കക്കാരന്റെ ആവേശമായിരുന്നില്ല എനിക്കിപ്പോൾ. ഓരോ മൃഗത്തെയും പിന്തുടരുമ്പോൾ അതിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനൊരു കൊലപാതകിയാണെന്ന ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങി. ഒരു മൃഗത്തിന്റെ ജീവനെടുക്കുന്നതിലെ ആനന്ദം പതുക്കെ പതുക്കെ ഇല്ലാതായി. പകരം ആ ജീവന്റെ സൗന്ദര്യത്തെയും അതിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെയും ഞാൻ ആദരിക്കാൻ തുടങ്ങി. മുറിവേറ്റ ഒരു കരടിയുടെ ദയനീയമായ നിലവിളി എന്റെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടുണ്ടാക്കി. ഒരു അമ്മപ്പുലിയുടെ കണ്ണുകളിലെ നിസ്സഹായത എന്നെ വേട്ടയാടി. അവസാനത്തെ ആ വേട്ട ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അതൊരു വലിയ ഒറ്റയാൻ കൊമ്പനായിരുന്നു. ഞങ്ങളവനെ ദിവസങ്ങളോളം പിന്തുടർന്നു. അവൻ ഞങ്ങളെ പലതവണ കബളിപ്പിച്ചു. അവന്റെ ബുദ്ധിയും ശക്തിയും എന്നെ അത്ഭുതപ്പെടുത്തി. ഒടുവിൽ ഒരു പുഴയുടെ തീരത്ത് വെച്ച് ഞങ്ങൾ അവനെ കണ്ടെത്തി. അവൻ ശാന്തനായി വെള്ളം കുടിക്കുകയായിരുന്നു. അവന്റെ ഗാംഭീര്യം, അവന്റെ നിശബ്ദമായ ശക്തി അതെന്നെ സ്തബ്ധനാക്കി. ഒരു നിമിഷം ഞാൻ തോക്കെടുക്കാൻ മറന്നുപോയി. ഞാൻ വെടിവെച്ചു. അവൻ വീണു. പക്ഷേ ആ വിജയത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു രാജാവിനെയാണ് കൊന്നത്. ആ കാടിന്റെ ആത്മാവിനെയാണ് ഞാൻ ഇല്ലാതാക്കിയത്. അന്നായിരുന്നു ഞാൻ എന്റെ അവസാനത്തെ വെടിവെച്ചത്. അതിനുശേഷം ഞാൻ തോക്കെടുത്തിട്ടില്ല. എന്റെ ജോലി മാറി. ആനപിടുത്തത്തിന്റെ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റി. ഞാൻ വീണ്ടും ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി. പക്ഷേ എന്റെ മനസ്സ് എപ്പോഴും ആ കാടുകളിലായിരുന്നു. ഇപ്പോൾ ഈ പുസ്തകം എഴുതുമ്പോൾ എന്റെ ഓർമ്മകൾ വീണ്ടും ആ കാടുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ പഴയ ട്രാക്കർമാരുടെ മുഖങ്ങൾ, എന്റെ നായ്ക്കളുടെ സ്നേഹം, പിന്നെ ആ വന്യമൃഗങ്ങളുടെ ഗാംഭീര്യം, അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനൊരു വേട്ടക്കാരനായിരുന്നു. പക്ഷേ അതിലുപരി ഞാൻ ആ കാടിനെ സ്നേഹിച്ചിരുന്നു. അതിലെ ഓരോ ജീവനെയും ഞാൻ ബഹുമാനിച്ചിരുന്നു. ഈ പുസ്തകം ആ ഓർമ്മകൾക്കുള്ള ഒരു സമർപ്പണമാണ്.
ആ വന്യതയുടെ ലോകത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം. ഒരുപക്ഷേ മനുഷ്യന്റെ ഏറ്റവും വലിയ വേട്ട അവനവനോട് തന്നെ ആയിരിക്കാം. അവന്റെ ഉള്ളിലെ മൃഗത്തെയും അവന്റെ ഉള്ളിലെ മനുഷ്യനെയും തിരിച്ചറിയാനുള്ള ഒരു യാത്ര. എന്റെ ജീവിതം ഒരു തരത്തിൽ അങ്ങനെയൊരു യാത്രയായിരുന്നു. ആ കാടുകൾ, ആ മൃഗങ്ങൾ, അവരെനിക്ക് പാഠപുസ്തകങ്ങളായിരുന്നു. ആ പാഠങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്.